നിങ്ങളുടെ കൂടെയാണ് തത്വത്തിൽ എന്ന് പറയുമെങ്കിലും ഇനി സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയാണ് 5 സ്ത്രീകളെ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തൊരു പാപ്പരത്വമാണ് ശരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പാപ്പരത്വം തന്നെയാണ്. 1000 ആണുങ്ങൾക്ക് 1078 സ്ത്രീകൾ എന്നാണെന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനെ ഒരു റേഷ്യോ ഉള്ളൊരു സ്റ്റേറ്റിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുക സ്ത്രീയെ നിർത്തിയാൽ തോറ്റുപോകും എന്നുള്ളത്? കൂടുതലും സ്ത്രീകളല്ലേ. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് എന്ന് കേൾക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒന്നും പറയാൻ വലിയ ധൈര്യവും വേണം കേട്ടോ. നമ്മൾ WCCയുടെ സിറ്റുവേഷൻ വന്നപ്പോൾ പോലും എനിക്ക് ഓർമ്മയുണ്ട്, പല ചാനലുകളിലും ചാനൽ ചർച്ചകളിലും വന്ന ഒരു ചോദ്യമാണ്, ഈ സ്ത്രീകളുടെ പിന്നിൽ ആരാണ്, ഈ സ്ത്രീകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരാണ്? അപ്പൊ അവർക്ക് ഓർമ്മയുണ്ട്, തന്നെ ചെയ്യാൻ അറിയത്തില്ലല്ലോ, വേറൊരു മാസ്റ്റർ മൈൻഡ് വേണമല്ലോ. നിങ്ങളുടെ മെറിറ്റ് തെളിയിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ, എന്നാൽ തരാം. പക്ഷെ സ്ത്രീക്ക് കഴിവ് തെളിയിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സമൂഹം കൊടുക്കുന്നുണ്ടോ? സ്ത്രീക്ക് വീട്ടിൽ മുഴുവൻ ജോലിയും നോക്കി, കുട്ടികളുടെ മുഴുവൻ കാര്യവും നോക്കി, വളരെ അടക്കവും ഒതുക്കവും ഉള്ളൊരു ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെറിറ്റ് തെളിയിക്കൂ എന്നാണ് ഇവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. എന്നാൽ വീട്ടിലെ പകുതി ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന എത്ര ആണുങ്ങൾ കാണും? ഇനിയും സ്ത്രീകൾ തെളിയിക്കണം എന്ന് വാശി പിടിക്കുന്നവരോട് എനിക്ക് ഒറ്റൊരു റെസ്പോൺസേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നേ. നമസ്കാരം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ചിന്തകളും അടങ്ങുന്ന വോയിസസ് ഓഫ് റീസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊപ്പം ഇന്നുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ചരിത്രകാരിയുമായ ഡോക്ടർ മാളവിക ബിന്നിയാണ്. നമസ്കാരം. നമസ്കാരം. 2024 ഇലക്ഷനിലേക്ക് കടക്കുകയാണ് നമ്മൾ. 2024 ഈ ലോക്സഭാ ഇലക്ഷനെ എങ്ങനെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ അത് തന്നെയാണ്, 2024 ലോക്സഭാ ഇലക്ഷനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് കുറച്ചൊക്കെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പറയണം. നമ്മളിപ്പം ഞാനൊരു ചരിത്രകാരിയാണല്ലോ, അപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ 25 വർഷമൊക്കെയാണ് ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു മിഡ് പോയിന്റിൽ വന്ന് നിൽക്കുകയാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് തന്നെ ആ ഒരു ജനറേഷൻ എത്രത്തോളം കറപ്റ്റഡായി എന്ന് നമ്മൾ നമ്മുടെ പല കാര്യങ്ങളിൽ തന്നെ നമ്മൾ നോക്കിയാൽ, നമ്മുടെ കൾച്ചറൽ സ്പേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ സാംസ്കാരിക ഇടങ്ങളിലുള്ള ചർച്ചകൾ തന്നെ എത്ര വർഗീയവൽക്കരിക്കപ്പെട്ടു. നമ്മുടെ പൊളിറ്റിക്കൽ സ്പേസിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഐക്കൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ സാധാരണ സംസാരങ്ങളിൽ എത്ര അധികമായിട്ടാണ് ഈ ഒരു സമയത്ത് രാഷ്ട്രീയം പറഞ്ഞിരുന്നൊരു ചരിത്രം നമുക്കുണ്ട്. അത് പർട്ടിക്കുലർലി മലയാളിക്കുണ്ട്, പക്ഷെ ഇന്ത്യക്കാർക്ക് രാഷ്ട്രീയം പറയുന്നൊരു ചരിത്രം നമുക്ക് വളരെ പുരാതന കാലഘട്ടം തൊട്ട് നമുക്കുള്ളൊരു കാര്യമാണ്. പക്ഷെ അപ്പോൾ രാഷ്ട്രീയമായിരുന്നു. രാഷ്ട്രീയവും വർഗീയവും തമ്മിൽ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു ലൈൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുള്ളതായിരിക്കും അശോക ചക്രവർത്തിയും മൗര്യ കാലഘട്ടമൊക്കെ. അതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ലായിരിക്കും ആൾക്കാർക്ക്. അങ്ങനെ സൂക്ഷ്മമായിട്ട് അറിയേണ്ട ആവശ്യവും എല്ലാ സാധാരണ മനുഷ്യർക്കില്ല, പക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ മൗര്യ ചക്രവർത്തി ബുദ്ധിസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും ഇന്ത്യയിലെ മുഴുവൻ ജനവും ബുദ്ധിസ്റ്റ് അല്ല. പല ജാതിയിലുള്ള പല മതങ്ങളിലുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്നുള്ളത് ഇറ്റ് വാസ് വെരി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ റിലീജിയസ് സ്ഫിയർ, ഇറ്റ് വാസ് വെരി ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ കൾച്ചറൽ സ്ഫിയർ. ഇത് പല സമയത്തും യൂറോപ്പിലൊക്കെ ഈ ഒരു വലിയ ഡിസ്റ്റിങ്ഷൻ വരുന്നത് പോസ്റ്റ് റൊണാൻസ സമയത്താണ്. ഇന്ത്യയിൽ പക്ഷെ നേരത്തെ ഇത് നിലനിന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ചുരുങ്ങി നമ്മുടെ ഇപ്പം നമുക്ക് ഏതാണ് രാഷ്ട്രീയം ഏതാണ് വർഗീയം എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ എൻമെഷ്ഡായി പോയി. ഇപ്പം എഗെയിൻ ഞാൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ വരെ ഇപ്പം തിരുത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പം ഒരു ജനറേഷൻ ഓൾറെഡി കറപ്റ്റഡായി. അപ്പോൾ അടുത്ത ജനറേഷൻ ഇനി എങ്ങനെയാകും എന്നുള്ള ഒരു ഉത്കണ്ഠയിൽ നിൽക്കുന്ന ഒരു ചരിത്രകാരിയും കൂടെ ആണ് ഞാൻ. ചരിത്രങ്ങളും ഇപ്പോൾ മായ്ക്കപ്പെട്ട് ഡിസ്റ്റോർഷൻ ഓൾറെഡി സെറ്റ് ഇൻ ചെയ്ത് കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റപ്പെട്ടു. നമുക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഓൾറെഡി ഇൻ എഫക്റ്റ് ഇംപ്ലിമെന്റഡ് ആയി. കോർപ്പറേറ്റൈസേഷൻ ഓഫ് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ ആദ്യത്തെ കാലം വെച്ച് കഴിഞ്ഞു. ഇറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻഡ്. നമ്മളതിൻ്റെ എതിരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തെങ്കിലും അത് നമ്മൾ നേരത്തെയൊക്കെ ഞാൻ 5-6 വർഷം മുമ്പേ പറയാം നമ്മുടെ പടിവാതിലെത്തിയത്. പടിവാതിലൊന്നുമല്ല, നമ്മൾ വിസിറ്റിംഗ് റൂമിൽ കയറി കഴിഞ്ഞു. അതിഥിയായി വന്ന ഒരാളിപ്പോൾ ഇനി വീടോട്ടമസ്ഥനാകുന്നതായിട്ടാണ് കാണാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഉത്കണ്ഠയുണ്ട്. ഉത്കണ്ഠ ഉള്ളപ്പോൾ തന്നെ ഒരു ജനറേഷണൽ കറപ്ഷൻ എന്ന് വേണമെങ്കിൽ
നമുക്കതിനെ വിളിക്കാം. ഇപ്പം അജയ് ഗുഡവർത്തി എന്ന് പറഞ്ഞ JNUവിലെ പ്രൊഫസർ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പേ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കിൽ അദ്ദേഹം ഒരു ഡിസ്റ്റിങ്ഷൻ പറയുന്നുണ്ടായി. അതായത് ഇന്ത്യയിൽ എപ്പോഴും വർഗീയതയുടെ ഒരു ടെൻഡൻസി, വർഗീയത വന്നിട്ടില്ല എന്നാൽ വർഗീയതയുടെ ഒരു ടെൻഡൻസി ഉണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ റിസോഴ്സസ് വളരെ കുറവായിട്ടുള്ള ഒരിടമാണ്. പർട്ടിക്കുലർലി കൊളോണിയലിസം നമ്മുടെ ഇവിടെയുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ നിന്ന് സ്റ്റീൽ ചെയ്തുകൊണ്ട് സിഫോൺ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ ഒരു ഇന്ത്യയിൽ വളരെ വിഭവങ്ങൾ കുറവാണ്. അപ്പോൾ വിഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ തമ്മിൽ മത്സരിക്കണം. ആ സെൻസ് ഓഫ് കോമ്പറ്റീഷൻ മനുഷ്യരിൽ ഉള്ളിടത്തോളം കാലം എപ്പോഴും അവിടെ വർഗീയതയാണെങ്കിലും ജാതീയതയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒരു സെൻസ് ഓഫ് കോമ്പറ്റീഷൻ അധികമായിരിക്കും. അത് ഓൾറെഡി നമുക്കുണ്ട്. അത് പക്ഷെ വർഷങ്ങളായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻസ് തൊട്ടിങ്ങനെ തുടർന്നുകൊണ്ട് വന്നൊരു ടെൻഡൻസിയാണ്. പക്ഷെ ആ വർഗീയതയും ഇപ്പോൾ കാണുന്ന ഹൈപ്പർ നാഷണലിസ്റ്റിക് കമ്മ്യൂണലിസവും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണണം. ഇത് നമ്മൾ പണ്ടേ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന ആ പ്രവണതയിൽ നിന്ന് ഇല്ല, ആ പ്രവണതയുടെ ആബ്സല്യൂട്ട് ആപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരുപാട് അക്കാഡമീഷ്യൻസും ഒരുപാട് സാംസ്കാരിക നായകരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും കോമൺ ജനങ്ങളിൽ എത്തിയില്ല എന്നുള്ള അതിലിപ്പോൾ ഞാൻ അടങ്ങുന്ന അക്കാഡമിക് കമ്മ്യൂണിറ്റിയെ ഞാൻ ബ്ലെയിം ചെയ്യുന്നു. നമുക്കൊന്നും ആ ഒരു അവരുടെ ഭാഷയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ പോലെ സംസാരിക്കാനോ അത്രയും ജനങ്ങളിലേക്ക് എത്താനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു ജനറേഷൻ കമ്മ്യൂണലൈസ്ഡ് ആയതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനിലും വലിയ അൺഫോർച്ചുനേറ്റ്ലി പ്രതീക്ഷ ഇല്ല. പക്ഷെ ഒരു ഭീമമായിട്ടുള്ളൊരു ജയം എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ സ്ഥലത്തെങ്കിലും ഈ എത്ര നമ്മൾ വർഗീയം പറഞ്ഞാലും മനുഷ്യൻ്റെ ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ റൊട്ടി കപ്പട മക്കാൻ എന്ന് പറയുമല്ലോ. ഭക്ഷണത്തിൻ്റെയും ഗ്യാസിൻ്റെ ഒക്കെ വില എത്ര അധികമായി കൂടിയെന്ന് നമുക്ക് തന്നെ നോക്കാം. ഇപ്പം എന്താണ് ഒരു പാർട്ടിയുടെ മാനിഫെസ്റ്റോയിലുള്ളൊരു കാര്യമാണ് 80 crore ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് അരി കൊടുക്കേണ്ടി വന്നു. ഈ 80 crore ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് അരി കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ല ഇതിനു മുമ്പേ. കാരണം ആൾക്കാർ ഒരു പരിധി വരെ പര്യാപ്തരായിരുന്നു. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ സൃഷ്ടിച്ചത് കഴിഞ്ഞൊരു 12 വർഷം കൊണ്ട് നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അത് ആൾക്കാർക്ക് ആ ഇൻഫ്ലേഷൻ എന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. തൊഴിലില്ലായ്മ എന്നുള്ളത് കേരളത്തിൽ ആക്ച്വലി കമ്പാരിറ്റീവ്ലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയാണ് കൂടുതൽ. പക്ഷെ നമ്മൾ പല സ്ഥലങ്ങളിലും പോയ ഇൻ ജനറൽ തൊഴിലില്ലായ്മ ഭയങ്കര വലുതാണ്. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് പോലും ഇല്ല 10% കുറവ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാകും. ഇത് എത്ര വർഗീയം പറഞ്ഞാലും എവ്രിഡേ മെറ്റീരിയൽ നീഡ്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വോട്ട് ഷെയർസ് കുറയാൻ സാധ്യതയുണ്ട്. ബട്ട് ഓവറോൾ മനുഷ്യൻ എപ്പോഴും ഹെയ്റ്റ് കൂടുതൽ. ഇപ്പം നിങ്ങളുടെ ആണെങ്കിലും വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ നിങ്ങൾ. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറയുന്ന വീഡിയോസ് അല്ലേ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഐ തിങ്ക് ദാറ്റ്സ് എ ജനറൽ ഹ്യൂമൻ ടെൻഡൻസീസ്. സോ അൺഫോർച്ചുനേറ്റ്ലി ഐ ആം വെരി സ്കേർഡ്. നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്തോട് അനുബന്ധിച്ച് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഇത് കൂടുതൽ കേൾക്കുന്നത്, സ്ത്രീ പ്രാതിനിധ്യം. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവസ്ഥ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 194 കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥികളുള്ളതിൽ 25 സ്ത്രീകൾ മാത്രമാണ്. 169 പുരുഷന്മാരായിട്ട് സ്ഥാനാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ പുറകിലേക്ക് പോവുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് ഇതുവരെയായിട്ട് ആനി മസ്കർ മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 9 സ്ത്രീകൾ മാത്രമാണ് ഇതുവരെയായിട്ടും ലോക്സഭയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നോക്കുകയാണെന്ന്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ത്രീകളുടെ ഈ വനിതാ റിസർവേഷൻ ബില്ല് വരുന്നു, അതിനൊക്കെ ശേഷവും എന്തുകൊണ്ടാണ് ഈ ഒരു സ്ത്രീ സ്ഥാനാർത്ഥികളിൽ കുറവുണ്ടാകുന്നത്? വളരെ നല്ലൊരു ചോദ്യമാണ്. അത് ഭാവന ഫ്രൈസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഈ ഒരു ഒരു കോള് വരുന്നത് അല്ലെങ്കിൽ ഒരു അലമുറ വരുന്നതെന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫെമിനിസ്റ്റുകളും ഇവിടെയുള്ള സ്ത്രീ പൊളിറ്റിക്കൽ ലീഡേഴ്സും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇലക്ഷൻ സമയം വരുമ്പോൾ മാത്രമാണ് ഇതിനൊരു പ്രസക്തി ആയിട്ട് ബാക്കിയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ഓക്കെ, മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റേപ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയാണ്. അല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ജെൻഡർ ഇൻസെൻസിറ്റിവിറ്റി ഒക്കെ പാസബിൾ ആയിട്ട് അതൊക്കെ പോട്ടെ, അതൊക്കെ നോർമലാണ്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച പറയും അത് കുറേ കാലം മാറുമ്പോൾ മാറിക്കോളും. കാലം അങ്ങനെ തന്നെ മാറത്തൊന്നുമില്ല. കാലത്തെ മാറ്റുകയാണ് മനുഷ്യർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം അനിവാര്യമാണ് എന്ന്
നമുക്കെല്ലാം തോന്നുമ്പോൾ പോലും അതിനുള്ള വലിയ വിമുഖത കാണിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇതിൽ ഭയങ്കര യോജിപ്പാണ് കേട്ടോ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഭയങ്കര അഭൂതപൂർവമായിട്ടുള്ള യോജിപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനമെന്ന് പറഞ്ഞ സ്ത്രീകളുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലുമുള്ള പല പല ഐഡിയോളജികളിലോ നിന്ന് വന്നതായിട്ടുള്ള സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനമുണ്ട്. ഈ പ്രസ്ഥാനം എന്ന് കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്റ്റോളുകൾ വെച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏത് മേജർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലോ വേറെ ഏത് ഫെസ്റ്റിവലോ ഒന്നും അവിടെ എല്ലാ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അവർ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുസുമൻ ടീച്ചറും സുൽഫ ടീച്ചറൊക്കെയാണ് അത് ഹെഡ് ചെയ്യുന്നത്. അവരെല്ലാ പാർട്ടിയിലുള്ള മനുഷ്യരെയും പോയി കണ്ടിട്ടുണ്ട്. മേജർ നേതാക്കളെ ഇപ്പം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ മേജർ നേതാക്കളെ എല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവരും ലിപ് സർവീസ് നമ്മൾ പറയുമല്ലോ, വാ കൊണ്ട് പറയും അതെ അതെ നമ്മൾ ചെയ്യാം, നമ്മൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയും. അവർ 1 ലക്ഷത്തിൽ കൂടുതൽ ഒപ്പുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ ഈ 1 ലക്ഷം ഒപ്പ് ശേഖരിച്ചിട്ടും എല്ലാവരും നിങ്ങളുടെ കൂടെയാണ് തത്വത്തിൽ എന്ന് പറയുമെങ്കിലും ഇനി സ്ഥാനാർത്ഥി പട്ടിക വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എത്രയാണ് 5 സ്ത്രീകളെ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തൊരു പാപ്പരത്വമാണ് ശരിക്കും. കേരളത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ പാപ്പരത്വം തന്നെയാണ്. നിങ്ങൾക്ക് 5 സ്ത്രീകളെ രാഷ്ട്രീയ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നമ്മൾ 50% പോലും ചോദിച്ചില്ല, 33% ചോദിച്ചത്. 33% പോയിട്ട് 25% കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. പക്ഷെ അതൊന്നും ആലോചിക്കണം. അപ്പം ഇവരോട് നമ്മൾ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ നിർത്താത്തത് എന്നുള്ളത്. അപ്പം നമുക്ക് യൂഷ്വലി കിട്ടുന്ന ആദ്യം പറയില്ല നിങ്ങളുടെ അജണ്ടയോട് ഞങ്ങൾ പൂർണ്ണ പിന്തുണയാണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് പറയുള്ളൂ. എന്നിട്ട് പറയും അതെ എന്താ പറയുക, സ്ത്രീകൾക്ക് അത്ര രാഷ്ട്രീയ ബോധമില്ല ഒന്ന്. അപ്പം നമ്മൾ തിരിച്ചു വെക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയ ബോധം അവരിൽ വരുത്താത്തത്? സ്ത്രീകൾക്ക് രാഷ്ട്രീയ ബോധം ഇല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല രാഷ്ട്രീയ ബോധം ഉള്ളതാണ്. അത് നമ്മൾ ഈ ശബരിമല കാലത്ത് വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. സ്ത്രീകൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എൻഗേജ് ചെയ്യാത്തത് കൊണ്ടാണ് സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരാത്തത്. ഇവിടെ മെൻസ്ട്രൽ ലീവ് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള എത്ര പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്? മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കുന്ന എത്ര പാർട്ടീസ് ഉണ്ട്? വിശാഖ ഗൈഡ് ലൈൻസ് ഇപ്പോൾ പോഷ് ആക്റ്റായി മാറിക്കഴിഞ്ഞു, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെൻറ്റ് ആക്റ്റായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് പറയുന്ന പ്രൊവിഷൻസിൽ 16ഓളം പ്രൊവിഷൻസിൽ 5 പ്രൊവിഷൻസ് എങ്കിലും ഞങ്ങൾ എനാക്ട് ചെയ്യാമെന്ന് പറയുന്ന വിശാഖ ഗൈഡ് ലൈൻസിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഇത് കേട്ടിട്ടില്ലാത്ത മട്ടിലാണ്, ഇത് പുതിയ സാധനമാണല്ലോ എന്നുള്ള മട്ടിലാണ് പല രാഷ്ട്രീയക്കാരും നമ്മളോട് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് വലിയ ഫെമിനിസ്റ്റ് പോരാട്ടങ്ങൾ, നിർഭയ എന്ന് പറഞ്ഞ ഒരു വലിയ റേപ്പ് സിറ്റുവേഷനും കഴിഞ്ഞിട്ടാണ് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ വന്നത്. അതൊക്കെ പറയുമ്പോൾ എല്ലാം തലവലിക്ക് കേൾക്കും, അങ്ങനെ റേപ്പ് ഒന്നും നടക്കരുത്. പക്ഷേ ഈ റേപ്പ് നടക്കുന്നത് നമുക്കിങ്ങനെ ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് വിച്ച് ഇസ് എക്സ്ട്രീംലി ആൻറ്റി സെൻസിറ്റീവ് ടു വിമൻ കാരണമാണ് എന്നുള്ളതൊക്കെ പറയുമ്പോഴും അവർ യെസ് പറയും. എന്നാൽ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ കൂടുതൽ സ്ത്രീ സാന്നിധ്യം ആവശ്യമാണ്. പബ്ലിക് സ്പേസിൽ, പൊളിറ്റിക്കൽ സ്ഫിയറിൽ സ്ത്രീ ആവശ്യമാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അവർ കൂടുതൽ സ്ത്രീകളെ നിർത്തിയേന്. എന്നിട്ടും അവർ പറയുന്ന സ്ത്രീക്ക് രാഷ്ട്രീയ ബോധം ഇല്ല എന്നാണ്. അതായത് ഇന്ത്യയിലെ ഫെമിനിസ്റ്റ് ചരിത്രത്തിന് 200 വർഷത്തെ പഴക്കമുണ്ട്. 220 വർഷം മുമ്പെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ജേണൽ ഇറങ്ങുന്നത്. എന്നിട്ടാണ് ഇവിടെ പറയുന്നത് സ്ത്രീക്ക് രാഷ്ട്രീയ ബോധം ഇല്ലെന്ന്. 2 പറയുമ്പോൾ എന്താ, അതെ സ്ത്രീ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അവർ ജയിക്കില്ല എന്നുള്ളത്. അതായത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിചാരിക്കും, ഈ പൊളിറ്റിക്കൽ പാർട്ടി സ്ത്രീ സ്ഥാനാർത്ഥി നിർത്തണം, മറ്റേ സൈഡിലൊരു പുരുഷനാണ് നിൽക്കുന്നതെങ്കിൽ ആ പുരുഷനെ ജയിക്കുകയുള്ളൂ. അത് ഇവരുടെ ബോധ്യമാണ്. ആ പ്രിജുഡൈസ് ഇവർക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. ആ സ്ത്രീ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിലും എത്ര വാഗ്മികളായിട്ടുള്ള സ്ത്രീകളെ കേരളം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ നിങ്ങൾ ഒന്ന് എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? 2, അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് നിങ്ങളുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിർത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യമെല്ലാം പ്രസക്തമാണ്. പക്ഷേ ഇത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കേൾക്കാനുള്ള അല്ല, അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യും, ഈ അടുത്ത പ്രാവശ്യം ഒരിക്കലും വരില്ല. എന്നിട്ട് എനിക്ക് കിട്ടുന്നത്, അതായത് സിൻസ് ഐ ആം എ കമ്പാരിറ്റീവ്ലി യങ് പേഴ്സൺ, എനിക്ക് കിട്ടുന്നത് അതായത് കുറച്ച് ഈ ജനറേഷനൊക്കെ മാറി വരുവാണല്ലോ, ടീച്ചറൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ശരിയാവും. അപ്പോൾ എനിക്ക് ഏറ്റവും ചിരി വരുന്ന കാര്യമാണിത്. ഞാൻ എപ്പോഴും വിചാരിക്കും കാലം മാറിക്കഴിഞ്ഞ് പതുക്കെ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാമെന്ന് പറയുന്ന, അതെനിക്ക് തോന്നുന്നു ഈ ഒരു 70 to 80% ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്.
അപ്പം ഈ ബ്രിട്ടീഷുകാർ ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ്, ഇന്ത്യയിലെ സിറ്റുവേഷൻ ഒന്നും മാറിയിട്ടില്ലെന്ന്, ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് പോയിക്കോളാം. അതായത് പതുക്കെ പതുക്കെ കാലം മാറുന്നതനുസരിച്ച് കൊളോണിയലിസം മാറിക്കോളാം. പക്ഷെ അപ്പം ഇന്ത്യക്കാർ പറഞ്ഞെന്താ, നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനാണ് പറഞ്ഞത്. ആ പവർ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്ന് പവറിൽ ഇല്ലാത്ത മനുഷ്യർ ആ പവർ ഗ്രാബ് ചെയ്യണം. അല്ലെങ്കിൽ പവറിൽ ഇരിക്കുന്നവർ തന്നെ അവർ പ്രോഗ്രസീവ് ആണെങ്കിൽ അവർ വിചാരിക്കണം എനിക്കൊരു സാമൂഹിക മാറ്റം കൊണ്ടുവരണം. പക്ഷെ ഗ്രാബ് ചെയ്യുക അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അല്ല തനിയെ വഴി വെട്ടി ഇതിലേക്ക് വന്നോളൂ എന്ന് പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ മുന്നിലേക്ക് വരണമെന്ന്. പക്ഷെ അത്രത്തോളം എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മുന്നിലേക്ക് വരണമെന്ന് പറയുന്നത്. അഗെയിൻ ഗുഡ് ക്വസ്റ്റ്യൻ. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീകൾക്ക് ഏത് മേഖലയിലാണെങ്കിലും കേൾക്കുന്ന ഒരു വലിയ എന്താ പറയുന്ന ഒരു വെല്ലുവിളി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പം അക്കാഡമിക് സ്ഫിയർ, ഇപ്പം എൻ്റെ സ്ഫിയറിൽ എനിക്ക് പറയാമല്ലോ, അതെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. അതെല്ലാ മേഖലയിലും പറയുമെന്ന് തോന്നല്ലോ. അതായത് ഇപ്പം ക്രിക്കറ്റിങ്ങിൻ്റെ മേഖലയിൽ അത് പറഞ്ഞുകൊണ്ടിരുന്നില്ല, ഈക്വൽ മാച്ച് ഫീ. ഇപ്പോൾ ഈക്വൽ മാച്ച് ഫീ ഓക്കെ, രണ്ട് വിമൻസ് ക്രിക്കറ്റ് ടീമിനും മെൻസ് ക്രിക്കറ്റ് ടീമിനും ഒരുപോലെ ആക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നു ഓക്കെ ആണ് എന്നുള്ളത്. പക്ഷെ അതിന് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്ന വാദം ഇതേ വാദമാണ്, ഈക്വൽ വ്യൂവർഷിപ്പ് വരട്ടെ. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മെറിറ്റ് തെളിയിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ, എന്നാൽ തരാം. പക്ഷെ സ്ത്രീക്ക് കഴിവ് തെളിയിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സമൂഹം കൊടുക്കുന്നുണ്ടോ? സ്ത്രീക്ക് വീട്ടിൽ മുഴുവൻ ജോലിയും നോക്കി, കുട്ടികളുടെ മുഴുവൻ കാര്യവും നോക്കി, വളരെ അടക്കവും ഒതുക്കവും ഉള്ളൊരു ഇമേജ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെറിറ്റ് തെളിയിക്കൂ എന്നാണ് ഇവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. എന്നാൽ വീട്ടിലെ പകുതി ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന എത്ര ആണുങ്ങൾ കാണും? ഈ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ രാഷ്ട്രീയക്കാരുടെയും ഈ അക്കാഡമീഷ്യൻസിനൊക്കെ വീട്ടിൽ പോയി നോക്കണം ചായ ഇടുന്ന ആരാണെന്ന്, അല്ലെങ്കിൽ കുഞ്ഞിനെ ഉറക്കുന്ന ആരാണെന്ന്, കുഞ്ഞിന് പനി വരുമ്പം കൂടെ നിൽക്കുന്ന ആരാണെന്ന്. ആൻഡ് ഇപ്പോൾ അക്കാഡമിക്സിലൊക്കെ പിന്നെയും കുറേ സ്പേസ് ഉണ്ട്. രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ അത് കാരണം അത് പബ്ലിക് സ്ഫിയറുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന ഒരു മേഖലയും കൂടെയാണല്ലോ. ഇപ്പോൾ രാത്രി എന്നല്ല രാവിലെ എന്നല്ല ജോലി ചെയ്യേണ്ടി വരും. ഒരു വീട്ടിലൊരു മരണം നടന്നാലോ, ഒരു വീട്ടിലൊരു കല്യാണം നടന്നാലോ, എന്തൊരു അത്യാഹിതം നടന്നാലോ ഏതൊരു സമയത്തും പോകേണ്ടി വരും. ആൻഡ് അറ്റ് ദ സെയിം ടൈം മേ ബി 24/7 നമ്മൾ ഡോക്ടറുടെ ഒക്കെ ജോലി പറയുന്നത് പോലെ 24/7 പബ്ലിക് സ്ഫിയറിൽ തന്നെ നിൽക്കേണ്ട ഒരു ജോലിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര സ്ത്രീകൾക്ക് ഏത് സമയത്ത് വിളിച്ചാലും ഇറങ്ങിപ്പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട്. എന്നിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന വെച്ചിട്ടായിരിക്കും ഈ സ്ത്രീ അളക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ദിരാഗാന്ധിയെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾസ് ഇങ്ങനെ വെറുതെ എടുത്ത് നോക്കുക, വേറൊരു പ്രോജക്റ്റിന് വേണ്ടി നോക്കായിരുന്നു. ഇത് ഫെമിനിറ്റി മാസ്കുലിനിറ്റിയെ കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് നമ്മൾ വേറെ പല മേഖലകളിലും സിനിമാ മേഖലകളിലൊക്കെ പറയും, പക്ഷെ രാഷ്ട്രീയ മേഖലയിലും ഈ ടോക്സിക് മാസ്കുലിനിറ്റി എന്നുള്ളത് കടന്നു കയറി കഴിഞ്ഞ് ഇപ്പം ഗാന്ധി പ്രൊജക്റ്റ് ചെയ്തൊരു മാസ്കുലിനിറ്റി ഉണ്ട്. അപ്പോൾ ഗാന്ധി പ്രൊജക്റ്റ് ചെയ്ത മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് വേറിട്ടൊരു ഓൾട്ടർനേറ്റ് മാസ്കുലിനിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ അഗ്രസീവായിട്ടുള്ള ഒരു മാസ്കുലിൻ ഐഡിയ അല്ല ഗാന്ധി പ്രൊജക്റ്റ് ചെയ്യുന്നത്. കുറെ കൂടെ സോബറായിട്ടുള്ള, കുറെ കൂടെ കാമറായിട്ടുള്ള സ്പിരിച്വാലിറ്റി, കോട്ട് ആൻഡ് കോട്ട്, അതൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. എന്നാലും ഒരു സ്പിരിച്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുള്ള നോൺ വയലൻ്റ് ആയിട്ടുള്ള ഒരു മാസ്കുലിനിറ്റിയാണ് ഗാന്ധി പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ നെഹ്റുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ മോഡേണിസ്റ്റ് ആയിട്ടുള്ള ഒരു മാസ്കുലിറ്റി. അംബേദ്കറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ റാഡിക്കലായിട്ടുള്ള ഐഡിയാസ് മുമ്പോട്ട് വെക്കുന്ന വളരെ മോഡേൺ ആയിട്ടുള്ള, ഇപ്പം ഇന്ത്യയിൽ ഇന്നുള്ള പല ലീഡേഴ്സിനേക്കാളും വളരെ മോഡേൺ ഔട്ട്ലുക്കുള്ള മാസ്കുലിനിറ്റീസ് പ്രൊജക്റ്റ് ചെയ്ത ലീഡേഴ്സ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പതുക്കെ നമ്മൾ പോയിട്ട് 56 ഇഞ്ച് ചെസ്റ്റിൻ്റെ സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദിസ് ഓൾസോ ലീഡ്സ് ടു ജനറേഷണൽ കറപ്ഷൻ, റൈറ്റ്? വാട്ട് ഡു യു പ്രൊജക്റ്റ് ആസ് പുരുഷത്വം ഇൻ എ സൊസൈറ്റി, ഓർ വാട്ട് ഡു യു പ്രൊജക്റ്റ് ആസ് സ്ത്രീത്വം? ഇപ്പോൾ തനിക സർക്കാരിൻ്റെ വർക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആദ്യമായിട്ട് സ്ത്രീകൾ നിരത്തിൽ സമരങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിലാണ് സ്ത്രീകൾ വൻതോതിൽ പാർട്ടിസിപ്പേറ്റ്. അതിന് മുമ്പേ സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് മാസമായിട്ട് സ്ത്രീകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അതിനോടനുബന്ധിച്ചാണ് ഈ ഇന്ദിരാഗാന്ധിയുടെ ഞാൻ നോക്കുന്നത്, സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഒരു കാര്യം നോക്കാൻ വേണ്ടി നോക്കിയത്. അപ്പം വലിയ ചർച്ച എന്താണെന്നറിയാമോ? ഈ സ്ത്രീകൾ നിരത്തിൽ ഇറങ്ങി പോരാടുമ്പോൾ അവരെന്ത് ധരിക്കും? എന്തെങ്കിലും പുരുഷന്മാരെ കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ച വരുമോ?
അതായത് മാസമായിട്ട് പുരുഷന്മാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വരികയാണ്. എന്നാൽ കോൺഗ്രസ്സിൽ വേറെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവരുടെ വലിയ ചർച്ചാ വിഷയമാണ് സ്ത്രീകൾ എന്ത് ധരിച്ചുകൊണ്ട് സമരത്തിനിറങ്ങും. അങ്ങനെ ആ ഒരു സമയത്താണ് ബംഗാളി ഭദ്രലോക് വേഷമായിരുന്ന സാരി ഇന്ത്യൻ വസ്ത്രമായി മാറുന്നത്. അതിനു മുമ്പേ ഇന്ത്യൻ വസ്ത്രമല്ല സാരി, നമ്മളിന്ന് വിചാരിക്കുന്ന ട്രഡീഷണൽ ഡ്രസ്സാണ് സാരി എന്ന്. അപ്പോൾ വളരെ കോൺഷ്യസ്ലി പബ്ലിക് സ്ഫിയറിൽ ഇറങ്ങുന്ന ഒരു സ്ത്രീ ധരിക്കേണ്ട വസ്ത്രമാണ്. കാരണം അന്ന് ബംഗാളി ഭദ്രലോക് എന്ന് പറയുന്ന എലീറ്റ് ബംഗാളി സ്ത്രീകൾ ധരിച്ചുകൊണ്ടിരുന്ന വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. നമ്മുടെ ഈ കോലത്തിലൊന്നും അല്ല കേട്ടോ, വേറെ കോലത്തിലുള്ളൊരു സാരിയാണ്. അപ്പോൾ അതൊരു ഡിഗ്നിഫൈഡ് വസ്ത്രമാണ്. കാരണം അത് ഡിഗ്നിറ്റി ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എലീറ്റ് മനുഷ്യർ, അല്ലെങ്കിൽ ആ ബംഗാളിലുള്ള വരേണ്യവർഗ സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രത്തിനെ അവർ ഇന്ത്യൻ വസ്ത്രമാക്കി മാറ്റപ്പെടുന്നതിനെ കുറിച്ച് തനിക സർക്കാർ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ നോക്കുക, ഇന്ത്യയിൽ ഒരു ഏകദേശം 80 വർഷക്കാലം എല്ലാ സ്ത്രീകളും അവർ രാഷ്ട്രീയത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ മേ ബി വേറെ ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ സാരി കൊടുത്ത് വരുന്നത്. കാരണം അതൊക്കെ ഒരു പൊളിറ്റിക്കൽ യൂണിഫോമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്നിട്ട് നമ്മൾ തന്നെ വിചാരിക്കും ഇതാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഇഷ്ടം, സാരിയിൽ വരുന്നതായിരിക്കും ഇഷ്ടം. മേ ബി വി ഷുഡ് ഓൾസോ എക്സ്പെരിമെൻറ്റ് വിത്ത് അതർ തിങ്സ്. പക്ഷെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ലാർജർ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സാരികളെ കുറിച്ച് ചർച്ചയുണ്ട്, സോണിയാഗാന്ധിയുടെ സാരികളെ കുറിച്ച് ചർച്ച. ഇതൊക്കെ എന്ത് ഫ്രിവിലസ് ആണെന്ന് ആലോചിച്ച് നോക്ക്. ഇന്ദിരാഗാന്ധി എത്ര അധികം പൊളിറ്റിക്കലി എൻഗേജിങ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. സിമിലർലി സോണിയാഗാന്ധി. പക്ഷെ ഇവർ സ്ത്രീകളുടെ കാര്യം വരുമ്പോഴത്തേക്ക് മീഡിയ അല്ലെങ്കിൽ മറ്റ് ചർച്ചകൾ വഴി എന്താണ് അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ പോയിന്റ് തിരിഞ്ഞ് ഇവരുടെ വസ്ത്രധാരണത്തിലേക്ക് വന്നു. അവർ എത്ര മോഡസ്റ്റി ആയിരുന്നു, എത്ര മോഡസ്റ്റ് അല്ല എന്നുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ഡംപ് ഡൗൺ ചെയ്യുകയാണ്. ആ ഡംപിങ് ഡൗണിനെയാണ് ആദ്യം നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. പൊളിറ്റിക്കലി എൻഗേജ് ചെയ്ത ഒരുപാട്, ഇപ്പം നമ്മൾ കമാലിനി ചട്ടോപാധ്യായ തൊട്ടുള്ള സ്ത്രീകളുടെ പൊളിറ്റിക്കൽ റൈറ്റിംഗ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ വായിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം പാർവതി അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, ഒരു ഈഴവ സ്ത്രീയാണ് അവർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് അവർ പൊളിറ്റിക്കലി എഴുതുന്നുണ്ട്. പൊളിറ്റിക്കലി എഴുതുമ്പോൾ അവരതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നൊരു സ്റ്റാൻഡാണ്, രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടണമെങ്കിൽ അതിൽ സ്ത്രീ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ള. മീര വയല ഇതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിലുള്ള സ്ത്രീകൾ ഗാന്ധിയോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ തരണം. ഞങ്ങൾ എന്താണ് ഒരു പിടി അരിയാണോന്ന് അറിയില്ല, അരിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിലേക്ക് ഡൊണേറ്റ് ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള സ്ത്രീകൾ ആ ഒരു സമയത്ത്, ടോക്കിംഗ് അബൌട്ട് 1920s 30s, ആ ഒരു സമയത്തെ ആക്റ്റീവാണ്. ദേ നോട്ട് ഓൺലി പാസീവായിട്ട് ഈ സ്ത്രീകൾ വന്ന് ഒരു കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതൊരു ആൺധാരണയാണ്. അതുകൊണ്ടാണ് നമ്മൾ WCCയുടെ സിറ്റുവേഷൻ വന്നപ്പോൾ പോലും എനിക്ക് ഓർമ്മയുണ്ട്, പല ചാനലുകളിലും ചാനൽ ചർച്ചകളിൽ വന്ന ഒരു ചോദ്യമാണ്, ഈ സ്ത്രീകളുടെ പിന്നിൽ ആരാണ്, ഈ സ്ത്രീകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആരാണ്. അപ്പൊ അവർക്ക് ഓർമ്മയുണ്ട്, തന്നെ ചെയ്യാൻ അറിയത്തില്ലല്ലോ, വേറൊരു മാസ്റ്റർ മൈൻഡ് വേണമല്ലോ. So that women can be politically extremely active, that she can take decisions on her own എന്നുള്ളത്. ഈ നമ്മുടെ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ 1/3 സീറ്റ്സ് സ്ത്രീകൾക്ക് റിസർവ് ചെയ്തപ്പോഴും ഇതേ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ത്രീകൾക്ക് തന്നെ ചെയ്യാൻ അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരായിരിക്കും ആ ഒരു പോസ്റ്റ്, ഇവർ പപ്പറ്റായിരിക്കും, ആക്ച്വലി ഇവരുടെ ഭർത്താക്കന്മാരായിരിക്കും കാര്യങ്ങൾ ചരട് വലിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മെയിൻ സ്ട്രീമിൽ വന്ന മുതത്സന്നിൻ്റെ ആർട്ടിക്കിൾ, EPWയിൽ വന്ന ആർട്ടിക്കിൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹരിയാന പോലെ എക്സ്ട്രീംലി ജെൻഡർ ഇൻസെൻസിറ്റീവ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഫീമെയിൽ മുഖ്യാസാണ്, ഫീമെയിൽ പഞ്ചായത്ത് ഹെഡ്സാണ് വലിയ ചേഞ്ചുകൾ കൊണ്ടുവന്നത്. സ്കൂളുകൾ പുതുക്കി പണിയുന്നതിൽ, ശൗചാലയങ്ങൾ ഉണ്ടാക്കുന്നതിൽ, പെട്രോൾ ബങ്ക്സ് സേഫ് ആക്കുന്നതിൽ, കുടിവെള്ളം, കാരണം സ്ത്രീക്ക് ഒരു വലിയൊരു പ്രശ്നമാണ് ഈ കുടിവെള്ളം ശേഖരിക്കാൻ പോകുന്ന സ്ത്രീകളാണ്. അപ്പോൾ സേഫ് ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കുന്നതിൽ ഈ എല്ലാം വലിയ ചേഞ്ചസ് കഴിഞ്ഞ 15 വർഷത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് വിമൻ ആയിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുകളാണ്. പക്ഷെ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ മറന്നു. കാരണം നമുക്ക് ആലോചിക്കാൻ ഇഷ്ടം ചരട് വലിക്കുന്ന ഒരു പുരുഷനും അതിനനുസരിച്ച് ആടുന്ന ഒരു സ്ത്രീയെയാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ എന്നാൽ നമ്മുടെ വീടുകളിൽ നോക്കിയാൽ വളരെ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികളെ നമുക്ക് കാണാൻ പറ്റും, വളരെ സ്മാർട്ടായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ടു ബി വെരി ഫ്രാങ്ക്, ഇത്
ഇൻ്റലക്ച്വൽ ആയിട്ട് ഇതിനെ അനലൈസ് ചെയ്യാനുള്ള മടിയും അല്ലെങ്കിൽ ആക്ച്വൽ റിസർച്ചുമായിട്ട് എൻഗേജ് ചെയ്യാൻ. ആക്ച്വൽ റിസർച്ച് നിങ്ങൾ എൻഗേജ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ പൊളിറ്റിക്കലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾ 100 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴും വോക്കലായിട്ട് സംസാരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു വെച്ചാൽ എത്രയോ സ്ത്രീകൾ പൊളിറ്റിക്കൽ വ്യൂസ് പറയുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിലൊക്കെ ഇങ്ങനെ നമ്മൾ എന്താണ് കുതിരയ്ക്ക് ബ്ലൈൻഡേഴ്സ് ഇടുന്നത് പോലെ ഇട്ട് പോകുമ്പോഴാണ് ഇല്ലില്ല സ്ത്രീയെ നിർത്തിയാൽ ഓപ്പോസിറ്റ് പുരുഷൻ നിന്ന സ്ത്രീ തോറ്റു പോകും. അതെനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ സ്ത്രീകൾ എൻ്റെ കണക്ക് നിങ്ങൾ നോക്കിക്കോട്ടോ കറക്റ്റാണോന്ന്. എൻ്റെ ഓർമ്മയാണെങ്കിൽ 1078 സ്ത്രീകളും, അതായത് 1078 വിമൻ ഫോർ എവറി 1000 മെൻ. 1000 ആണുങ്ങൾക്ക് 1078 സ്ത്രീകൾ എന്നാണെന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനെ ഒരു റേഷ്യോ ഉള്ളൊരു സ്റ്റേറ്റിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറയുക സ്ത്രീയെ നിർത്തിയാൽ തോറ്റു പോകും എന്നുള്ളത്? കൂടുതലും സ്ത്രീകളല്ലേ, ഇപ്പൊ ശതമാനം സ്ത്രീകളല്ലേ. അപ്പൊ എങ്ങനെ ഈ ഒരു വാദം എങ്ങനെ അത് നട്ടാക്കിളിക്കാത്തെന്നൊക്കെ ഞങ്ങൾ കോട്ടയത്ത് പറയുന്നുള്ളൂ. പക്ഷെ ഓൺ ദ ഫേസ് ഓഫ് ഇറ്റ് ഇവർ പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം വന്ന് തീർന്നു എന്നുള്ള ഇവരുടെ എന്താണ് വിന്നിങ് പോയിന്റ് പോലെയാണ് ഇവർ പറയുന്നത്. തിരിച്ച് അപ്പുറത്തെ സൈഡിൽ ഒരാണ് നിർത്തിയാൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ ജയിക്കില്ല. ജയിക്കും. അങ്ങനെ ജയിച്ച് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് കൊടുത്ത് അതേ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ആ സ്ത്രീക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻ സ്പൈറ്റ് ഓഫ് എവറിത്തിങ് എൽസ്, സ്ത്രീ എപ്പോഴും വിജയിക്കുന്നത് നോട്ട് ബിക്കോസ് ഓഫ് തിങ്സ്, ഇറ്റ് ഇസ് ഇൻ സ്പൈറ്റ് ഓഫ് തിങ്സ്. അങ്ങനെ ജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് നിങ്ങളുടെ മിസോജിനിയാണ്. ഐ മീൻ ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചാണ്, എന്നാലും പറയാണ്. ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഇനി ഒരു എലക്ഷൻ വന്നു കഴിഞ്ഞ്, അതായത് ഈ വിമൻസ് റിസർവേഷൻ ബിൽ എത്ര പൊള്ളയായ ബില്ലാണെന്നും കൂടെ നമ്മൾ ഇൻട്രോഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ എന്തെങ്കിലും അതൊരു ഇംപ്ലിമെൻ്റ് ആയെന്ന് വിചാരിക്കുക. ആ ഒരു സമയത്തേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലും ശരി, അന്നേ ഞങ്ങൾ സ്ത്രീകൾക്ക് 50% കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി വിൽ നോട്ട് ബി കൈൻഡ് ടു യു. ചരിത്രം നിങ്ങളെ നോക്കി പുച്ഛിക്കും. കാരണം ഏറ്റവും ലേറ്റായിട്ട് പുരോഗമനം പറഞ്ഞ നിങ്ങളാണെന്ന് ഡെഫിനറ്റ്ലി ചരിത്രം ഓർത്ത് നിൽക്കണം. ചരിത്രം ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇറ്റ് വിൽ ബി ജസ്റ്റ് ടു ലേറ്റ്. ഇപ്പോൾ ഈ പ്രിജുഡൈസിനെ പറ്റി പറയുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുകയാണ്, അതായത് സാറാ ജോസഫ് ഒരു പ്രസംഗത്തിനിടയിൽ പറയുകയുണ്ടായി, അതായത് ഇന്ത്യൻ പൗരൻ എന്നാണ് പറയുക, ഇന്ത്യൻ പൗര എന്നുള്ളൊരു വേർഡ് പോലും കോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ തുടങ്ങുകയാണ് അസമത്വം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ട് ഒരു പ്രസംഗത്തിൽ. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ, ഈ ജനാധിപത്യത്തിന് ഏറ്റവും ഹൃദയമായ ഭാഗമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് പോലും സ്ത്രീകൾ വരാതിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ശരിക്കും ഒരു പ്രിജുഡൈസ് ആണോ, അതോ എന്താണ് ഇവരെ കൊണ്ട് ഇത് എടുത്താൽ പറ്റില്ല എന്നുള്ളൊരിതാണോ, അതോ ഒരു ഭയമാണോ? സാറാ ജോസഫ് പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. അതൊരു പക്ക ഫെമിനിസ്റ്റ് പൊസിഷനാണ്. ഈ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെററിസ്റ്റ് എന്ന് കേൾക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒന്നും പറയാൻ വലിയ ധൈര്യവും വേണം കേട്ടോ. കാരണം നമ്മൾ ഫെമിനിസത്തിൻ്റെ ആദ്യ കാലഘട്ടം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒളിമ്പ് ദി ഘോഷ് എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ഉണ്ട്. ഈ ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യം എന്ന് വെച്ചാൽ ഫ്രഞ്ച് റെവല്യൂഷനാണ്. നമ്മളെല്ലാ വിപ്ലവങ്ങളുടെയും അമ്മയായിട്ടുള്ള വിപ്ലവത്തിനെയാണ്, അതായത് ആദ്യമായിട്ട് ഇക്വാലിറ്റി എന്നുള്ളൊരു ടേം ഒരു വിപ്ലവത്തിൽ നമ്മൾ കേൾക്കുന്നത് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്താണ്. ലിബർട്ടി, അതായത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഡിക്റ്ററ്റോറിയലായിട്ട് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ല, ഏകാധിപത്യ ഭരണം ഇനി ഈ ലോകത്ത് വേണ്ട, അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണം അല്ലാത്ത മറ്റൊരു ഭരണം സാധ്യമാണ് എന്ന് ലോകത്തിന് തന്നെ കാണിച്ചു തന്നൊരു വിപ്ലവമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ. അപ്പോൾ ആ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ത്രീകളെ നിങ്ങൾക്ക് ഫ്രഞ്ച് റെവല്യൂഷനിൽ കാണാൻ പറ്റും. അതിൽ ഈ ഒരു 10 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു, ഈ ബസ്റ്റീൽ എന്ന് പറഞ്ഞൊരു പ്രിസൺ, സ്റ്റോമിങ് ഓഫ് ദ ബസ്റ്റീൽ എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അത് മറിച്ചിടുന്നത് വലിയൊരു സിംബോളിക് ആയിട്ടൊരു വിക്ടറിയാണ്. പക്ഷെ ഈ ബസ്റ്റീലിൽ കഴിഞ്ഞ ഇടയ്ക്ക് എക്സ്കവേഷൻ നടക്കുകയുണ്ടായി. അവിടെ ഉത്ഖനനത്തിൽ ഈ വലിയ കോട്ടയാണ്, ആ കോട്ട ഒരു ജയിലായിട്ടാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ജയിലിലെ ജയിൽ പുള്ളികളെ ഈ കോട്ട മറച്ചിട്ട് അല്ലെങ്കിൽ കോട്ട പൊളിച്ചുകൊണ്ട് അവരെ ഫ്രീ ആക്കി. ആ ഒരു ഫ്രീഡത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ഈ ബസ്റ്റീൽ കോട്ടയുടെ പതനം കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് എക്സ്കവേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് മറ്റേ റോളിംഗ് പിന്നില്ലേ, അതായത് നമ്മുടെ ചപ്പാത്തിപ്പലകയുടെ ഫ്രഞ്ച് ഇക്വലന്റ്, അത് ചീനച്ചട്ടികൾ പോലത്തുള്ള ചട്ടികൾ, ചീനച്ചട്ടി അല്ല, അതുപോലുള്ള പാൻസ്, സൂയിങ് നീഡിൽ, ഇതൊക്കെ സ്ത്രീകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതായത് സ്ത്രീകൾ കൈ കിട്ടിയ കാര്യം എടുത്ത് കൊണ്ടുപോയിട്ടാണ് ഈ ബാസ്റ്റീൽ അടിച്ചിടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് വലിയ തോതിൽ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്ന വളരെ ആക്റ്റീവായിട്ടുള്ള പൊളിറ്റിക്കൽ
പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന, രാഷ്ട്രീയ പങ്കെടുക്കൽ ഉണ്ടായിരുന്ന ഒരു വിപ്ലവമാണ്. പക്ഷെ വിപ്ലവം വന്നു കഴിഞ്ഞപ്പോൾ വിപ്ലവം ജയിച്ചു കഴിഞ്ഞപ്പോൾ ജാക്കോബിൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ് ഒരു റിപ്പബ്ലിക്കാണ് അവിടെ വരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിലനിൽക്കുന്നത് ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റിക്ക് വേണ്ടിയാണ്, അതായത് സാഹോദര്യവും സമത്വത്തിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളൊക്കെ പോലെ അവരാദ്യമായിട്ടൊരു ഒരു ഡിക്ലറേഷൻ ഇറക്കുകയാണ്. ആ ഡിക്ലറേഷൻ്റെ പേര് തന്നെ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്നാണ്. അപ്പം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മോഡേൺ ഫെമിനിസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, ഫെമിനിസ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഒളിമ്പിതി ഘോഷ് ഒരു പാംഫ്ലെറ്റ് ഇറക്കുകയാണ്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന് പറഞ്ഞു. കാരണം ഈ മാൻ എന്ന് അവർ ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഹ്യൂമൻ എന്നുള്ള അർത്ഥത്തിലല്ല, അവർ മാൻ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകളുടെ ജോലി എന്താണ് പുത്തൻ റിപ്പബ്ലിക്കിൽ എന്ന് ഈ ജാക്കോബിൻ റിപ്പബ്ലിക്കിനോട്, അതായത് വിപ്ലവം കഴിഞ്ഞ റിപ്പബ്ലിക്കിനോട് ചോദിച്ചപ്പോൾ റോബോസ്ഫിയർ പോലെയുള്ള ആൾക്കാർ പറഞ്ഞു, സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ അവർ റെവല്യൂഷണറി അമ്മമാരാകണം, അതായത് റെവല്യൂഷനും വേണം, അമ്മമാരും ആകണം. അങ്ങനെ റെവല്യൂഷണറി അമ്മമാരായി ഈ പുതിയ ഐഡിയൽസിലൊക്കെ വിശ്വസിക്കുന്ന ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുന്ന അമ്മമാരായി, അല്ലെങ്കിൽ അവരെ വാർത്തെടുക്കുന്നത് അമ്മമാരായി മാറുന്നതാണ് ഈ ജാക്കോബിൻ റിപ്പബ്ലിക്കിൽ സ്ത്രീകളുടെ ഉദ്ദേശം. അപ്പോൾ ഒളിമ്പിക് ഘോഷ് വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലായി, വിപ്ലവം ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ള. അങ്ങനെയാണ് ഇവർ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺ എന്ന് പറഞ്ഞ് ഒരു പാംഫ്ലെറ്റ് തന്നെ ഇറക്കുന്നത്. അപ്പോൾ ആ ഒരു ആദ്യത്തെ ഫെമിനിസ്റ്റ് തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ പൗരൻ എന്നുള്ള സങ്കല്പത്തിൽ സ്ത്രീ പൗര എന്നുള്ളതില്ല. അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്ന് നിങ്ങൾ നിങ്ങളുടെ ആ മാൻ എന്നുള്ളത് മാറ്റി ഹ്യൂമൻ എന്നാക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ളത് മാറ്റി മനുഷ്യർ എന്നാക്കി അതിനെ കൂടുതൽ ഇൻക്ലൂസീവ് ആകുന്നു, അന്നേ നിങ്ങൾക്ക് ഒരു ആസ് എ നേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമുള്ളൂ, അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് ഒളിമ്പിക് ഘോഷ് ആദ്യത്തെ ഡിക്ലറേഷൻ തന്നെ ഇറങ്ങുന്നത്. ഒളിമ്പിക് ഘോഷിൻ്റെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ഫെമിനിസ്റ്റ് എന്ന്, ഈ ആദ്യത്തെ ഫെമിനിസ്റ്റ് തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് രക്തസാക്ഷി. കാരണം ഇന്നത്തെ പോലെ തന്നെ അന്നും ഇവർ തന്നെത്താനെ ഈ വിമൻസ് റൈറ്റ്സിന് വേണ്ടി വാദിച്ചപ്പോഴത്തേക്ക് ഇവരെ ഭ്രാന്തിയായിട്ട് മുദ്രകുത്തി. പക്ഷേ ഇവരെ ആൻറ്റി നാഷണൽ, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഒരു ടേമാണല്ലോ, ഇതൊക്കെ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷനിലേക്കാണ്. ഈ ഒളിമ്പിക് ഘോഷിനെതിരെ ഇങ്ങനെ കുറ്റപത്രം, അന്ന് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു, ഇങ്ങനെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും, ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കും. അപ്പം അങ്ങനത്തെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അവർക്കെതിരെ പറഞ്ഞത് നിങ്ങൾ വിപ്ലവത്തിന് എതിരും നിങ്ങൾ ഫ്രഞ്ച് നേഷനെതിരും ആയിരുന്നു എന്നുള്ളത്. അതായത് ഇന്നത്തെ ഭാഷയിൽ ഒരു ആൻറ്റി നാഷണലും ആൻറ്റി റെവല്യൂഷനും ആയിരുന്ന ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ശിരച്ഛേദം ചെയ്ത് കൊന്നത്. അങ്ങനെ ഗിലത്തീൻ ചെയ്താണ് ഈ ഒളിമ്പിക് ഘോഷിനെ വധിക്കുന്നത്. അപ്പോൾ ഒളിമ്പിക് ഘോഷിനെ വധിക്കുന്നതിന് മുമ്പേ എല്ലാ കുറ്റവാളിയാണ് കുറ്റവാളികൾക്കും കൊടുക്കുന്നത് പോലെ അവസാനത്തെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒളിമ്പിക് ഘോഷ് വിളിച്ചു പറഞ്ഞത്, എനിക്ക് ഈ ചുറ്റും കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരെ അഭിമുഖീകരിച്ച് എനിക്ക് സംസാരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം കൊടുത്തു. അപ്പോഴും ഒളിമ്പിക് ഘോഷ് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ എന്നെ കൊല്ലുകയാണ്, നിങ്ങൾ എന്നെ ശിരച്ഛേദം ചെയ്ത് കൊല്ലാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എന്നെ കൊല്ലുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രൈമിനാണ്, ഒരു രാഷ്ട്രീയ കുറ്റത്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത്. അതിൻ്റെ അർത്ഥം സ്ത്രീ ഒരു രാഷ്ട്രീയ പങ്കാളിത്തമുള്ള ആളാണ് എന്നാണ്. That if you're killing a woman for a political crime, you are agreeing that women are political actors. ഞാനൊരു പൊളിറ്റിക്കൽ ആക്ടർ ആയതുകൊണ്ടാണല്ലോ കൊല്ലുന്നത്, അതുകൊണ്ട് എൻ്റെ മരണത്തിലൂടെ നിങ്ങൾ വിളിച്ചു പറയുന്നത് സ്ത്രീക്ക് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് അവർ ഗിലത്തീനിലേക്ക് നടന്ന് നീങ്ങിയത്, അവർ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ 1794 ഇഫ് ഐ എം നോട്ട് റോങ്. ആ സമയം തൊട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് ക്രൈ ആണ് ഫോർ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. അതിൻ്റെ റിസൾട്ടായിട്ടാണ് സഫ്രജറ്റ് മൂവ്മെൻറ്റ് നടക്കുന്നതും. പിന്നീട് നമ്മൾ ഓരോ കാലഘട്ടത്തിലും സ്ത്രീക്ക് കൂടുതൽ പൊളിറ്റിക്കൽ സ്പേസിന് വേണ്ടിയുള്ള ആവശ്യം, അത് നമുക്ക് അമേരിക്കയിൽ കാണാൻ പറ്റും, ഓസ്ട്രേലിയയിൽ കാണാൻ പറ്റും, ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റിൽ കാണാൻ പറ്റും. അവിടെ എല്ലാം തന്നെ സ്ത്രീകൾ ഈ ഡിമാൻഡ് ചെയ്യുമ്പോൾ, അതായത് ഞങ്ങൾക്കും ആണുങ്ങളെ പോലെ തന്നെ ഉള്ള വോട്ടവകാശം വേണമെന്ന് പറയുമ്പോൾ അവരോട് തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും പറയുന്നത്.
അതായത് പേട്രിയാർക്കിക്ക് ഫാസിസത്തിനൊക്കെ സെയിം ട്രിക്കേ ഉള്ളൂ, പുതിയ പുതിയ ട്രിക്കുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ, അല്ലെങ്കിൽ പുതിയ വാദങ്ങളില്ലാത്ത ഐഡിയോളജിയാണ്. അന്നും അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് അയ്യോ സ്ത്രീക്ക് ഇതിന് കഴിവില്ലല്ലോ, സ്ത്രീക്ക് ഇതിലൊന്നും ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല, സ്ത്രീയെ ഞങ്ങൾ ഇതിനേക്കാളും വലുതായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഇവർ ഈ രാഷ്ട്രീയ കാര്യത്തിലൊന്നും ഏർപ്പെടേണ്ട ആവശ്യമില്ല, അവരൊരിങ്ങനെ സ്പിരിച്വൽ പ്ലെയിനിൽ ഇങ്ങനെ ഇരിക്കേണ്ട മനുഷ്യരാണ്, നമ്മൾ നമ്മളെക്കാളും വലിയ ആൾക്കാരായിട്ട് കാണുന്നതുകൊണ്ടാണ്. ഒന്നിലിങ്ങനെ സുഖിപ്പിച്ച് പറയും, അല്ലെങ്കിലും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കഴിവ് തെളിയിക്കട്ടെ എന്ന് പറയും. ഇത് നിങ്ങൾ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് എക്കണോമീസ് എടുത്ത് നോക്കൂ, ഏറ്റവും നന്നായിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസസ് ഉള്ള കൺട്രീസ് എടുത്ത് നോക്കൂ, വെദർ ഇറ്റ് ഇസ് ഫിൻലാൻഡ് ഓർ ഐസ്ലാൻഡ് ഓർ ന്യൂസിലാൻഡ്, ഇവിടെയെല്ലാം തന്നെ നിങ്ങൾ എന്താ പറഞ്ഞ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് അല്ല, അതിനേക്കാളും നല്ല ലീഡർഷിപ്പ് കാഴ്ചവെച്ച ജസിൻഡ ആർഡേൺ പോലുള്ള സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി തെളിയിക്കേണ്ട ആ കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനി സ്ത്രീക്ക് ഒരു സ്ഥലത്തും തെളിയിക്കേണ്ട ആവശ്യമില്ല ദാറ്റ് ഷീ ഈസ് ഈക്വൽ ടു മാൻ എന്നുള്ളത്, അല്ലെങ്കിൽ പുരുഷനോടൊപ്പം നിൽക്കാൻ. കാരണം അതിനുള്ള എല്ലാ എവിഡൻസും താങ്ക്സ് നമ്മുടെയൊക്കെ അമ്മമാരുടെ, നമ്മുടെ ജനറേഷൻ വ്യത്യാസമായിരിക്കും, എന്നാലും ആ ഒരു 60s 50s ബോൺ ആയിട്ടുള്ള ആ ഒരു സമയത്തെ സ്ത്രീകളുടെ കാര്യം നമ്മൾ എടുത്ത് നോക്കുക. ഞാൻ എപ്പോഴും വിചാരിക്കുക എന്തൊരു ജോലി ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ജോലിക്ക് പോയി തുടങ്ങിയ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ തലമുറയായിരിക്കും ഇവർ പോയിട്ട് അവരുടെ ജോലികൾ ചെയ്യുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തലമുറയായിരിക്കും അവർ രാഷ്ട്രീയത്തിൽ ജയൻറ്റ് ലീപ്സ് മേക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ വീട്ടിൽ എന്നെയും ഭാവനയൊക്കെ പോലെ അല്ലെങ്കിൽ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളെ വളർത്തുക അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ട് സൂപ്പർ വിമൻ്റെ തലമുറയാണിത്. ഞാൻ അമേസ്മെൻറ്റോടെ നോക്കുന്ന ഒരു തലമുറയാണ്. ഇത്ര അധികം കാര്യങ്ങൾ അവർ ചെയ്തു. നമ്മൾ ഫസ്റ്റ് വുമൺ ടു ക്ലൈംബ് ഹിമാലയാസ്, ഫസ്റ്റ് വുമൺ ടു ബിക്കം പ്രൈം മിനിസ്റ്റർ, ഫസ്റ്റ് വുമൺ ടു സ്വിം ദ ഇംഗ്ലീഷ് ചാനൽ, ഇതെല്ലാം നോക്കിയാൽ ഇതെല്ലാം നേടിത്തന്ന് നമ്മളെ കാണിച്ചൊരു തലമുറയാണ്. അത് നമ്മുടെ അമ്മമാരുടെ തലമുറ തന്നെയാണ്. അതിൽ ഭയങ്കര പ്രൗഡായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഇനി അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഓവർ എക്സ്റ്റെൻഡ് മൈ സെൽഫ് ടു ഷോ ദാറ്റ് ഐ എം ഈക്വൽ ടു മെൻ. ഒന്ന്, ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിൽ നമ്മൾ പറയുന്നത് വി ആർ ഡിഫറെൻറ്റ് ഫ്രം മെൻ, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ നോട്ട് ഈക്വൽ ടു ദം. ഇറ്റ് മീൻസ് ദാറ്റ് വി ആർ ഈക്വൽ ബട്ട് ഡിഫറെൻറ്റ്. ആബ്സല്യൂട്ട് ഇക്വാലിറ്റി ഉണ്ട്, എന്നാൽ നമ്മൾ തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ആൺ പാരാമീറ്റേഴ്സിനോട്, ആണുങ്ങൾ സെറ്റ് ചെയ്ത അല്ലെങ്കിൽ ആൺമേൽക്കോയ്മുള്ള ഒരു ലോകത്തിൻ്റെ പാരാമീറ്റേഴ്സിനോട് പടവെട്ടി ജയിച്ചൊരു ജനറേഷൻ നമുക്ക് മുമ്പേ ഉണ്ട്. അവർ പ്രൂവ് ചെയ്യേണ്ട എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ സമൂഹം വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക സ്ത്രീക്ക് കഴിവുണ്ടോ, തെളിയിക്കുന്നത്. ഇവരോട് എത്ര തെളിയിച്ചാലും ഇവർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല. ഇവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് തന്നെ ദളിതരോടും ചോദിക്കുന്നില്ല. ദളിതിന് മെറിറ്റ് എന്താണ്? നിങ്ങൾ ഏത് സ്റ്റാറ്റിസ്റ്റിക് എടുത്ത് നോക്കിയാലും ഇപ്പം ദളിത് കുട്ടികൾക്ക് ബാക്കി എല്ലാ കുട്ടികളെക്കാളും മാർക്ക് ഉള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്പോർട്സിൻ്റെ കാര്യത്തിലെടുത്ത് നോക്കിയാലും ബാക്കി ഏത് കാര്യത്തിലെടുത്ത് നോക്കിയാലും മെറിറ്റ് തെളിയിച്ച ഒരു ജനതയാണ്. പക്ഷെ എന്നാലും പറയും നിങ്ങൾ മെറിറ്റ് തെളിയിക്കാൻ. അപ്പോൾ ഈ തെളിയിക്കാൻ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള വല്ല ഗുഹയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരായിരിക്കും. കാരണം അവർ പത്രം വായിക്കാത്ത, അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷൻസ് ഒന്നും മനസ്സിലാക്കാത്ത, കണ്ടംപററി ഇവൻസിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത മനുഷ്യരെ പറയത്തുള്ളൂ ഇനിയും സ്ത്രീകൾ തെളിയിക്കണം എന്ന് വാശി പിടിക്കുന്നവരോട് എനിക്ക് ഒറ്റ റെസ്പോൺസേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നേ. മറ്റേ വക്കാണ്ട ഫോറെവറിൽ പറയുന്നില്ല, വി നോട്ട് ഡൂയിങ് ദാറ്റ് എനിമോർ, നമ്മൾ ഇനി അത് ചെയ്യുന്നില്ല. അത് കാരണം തെളിയിക്കേണ്ടത് പോയി. ഇനി സ്ത്രീകൾ മുമ്പോട്ട് പോയി അച്ചീവ് ചെയ്യുക, സിസ്റ്റത്തിനെ ഓവർഹോൾ ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് സബ്വേർട്ട് ചെയ്ത് ചാലഞ്ച് ചെയ്ത് മുന്നോട്ട് പോവുക. രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ, എവിടെയാണെങ്കിലും അങ്ങനെ.